എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ചപ്പാത്തിയുടെ കൂടെയും വെള്ളപ്പത്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു വെച്ച ഒരു മുട്ടക്കറിയുടെ വീഡിയോ ആണിത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമായി കറിക്ക് ആവശ്യമുള്ള മുട്ട പുഴുങ്ങാൻ വയ്ക്കാം. അതിനായിട്ട് കുക്കറിലേക്ക് 2 മുട്ട ഇട്ട് കൊടുത്ത ശേഷം വെള്ളമൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പുഴുങ്ങാൻ വയ്ക്കാം. ഗ്രേവി തയ്യാറാക്കാനായിട്ട് പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 2-3 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നല്ലപോലെ വാടിയതിനു ശേഷം അതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. തക്കാളിയും സവാളയും നല്ലപോലെ വാടിയതിനു ശേഷം മാത്രം പൊടികൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുമ്പോൾ അടിച്ചു വെച്ചിട്ടുള്ള കട്ടിയോടുകൂടിയ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കറിയൊന്ന് തിളച്ച് വരുമ്പോൾ പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. ഗ്രേവി പതുക്കെയൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് കുറച്ചു നേരം മൂടി വയ്ക്കുക. അതിനുശേഷം ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.